സുന്ദരതര പിനാകധര ഹര സുന്ദരതര പിനാകധര ഹര. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രം ചേർത്തല യൂണിന്റെ ആഭിമുഖ്യത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ തൃക്കലങ്ങളാൽ പ്രതിഷ്ഠാപിതമായ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ അനുഗ്രഹീതരായി തീരുവാനും ചേർത്തല യൂണിൽ നിന്നും ആരംഭിക്കുന്ന പുണ്യം ഗുരുപദം പഠനയാത്ര ഇന്ന് യൂണിയനിൽ നിന്നും തുടങ്ങുകയാണ്. കൃത്യമായി മനസ്സിലാക്കുന്നതിനൊക്കെയാണ് നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ ഇരിക്കുമ്പോൾ ഒരു സീറ്റിൽ വന്ന് നോക്കി ഇന്ന ആളാണ് അവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. മാത്രമല്ല, ഒരു യാത്രയുടെ ക്രമീകരണങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അറേഞ്ച്മെൻറ്റുകൾ തന്നെയാണ്. ശ്ലോകങ്ങൾ വരുന്നതിനാണ് അഷ്ടകം എന്ന് പറയുന്നത്. ഈ 8 ശ്ലോകങ്ങളിൽ ഒരിടത്തും വിനായകൻ എന്നൊരു വാക്ക് ഗുരു ഉപയോഗിച്ചിട്ടില്ല, ഗണപതി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല, വിഘ്നേശ്വരൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ വായിക്കുന്നവർക്ക് എല്ലാവർക്കും അത് ഗണപതി ആണ് എന്നുള്ളത് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ വളരെ നാടകീയമായിട്ട് വരികളിലൂടെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ഗണപതിയെ കൊണ്ടുവരുന്ന ഒരു ഗംഭീരമായ കൃതിയാണ്. തേടി
എത്തുന്നു ഞങ്ങൾ പുണ്യ മുന്നിലൂടെ സഞ്ചരിക്കുവാൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തെ എനിക്ക് ഇതുപോലൊരു ആനന്ദം പകരുന്ന ഒരു സന്ദേശങ്ങളും ഒരു സഹകരണവും ഗുരുദേവനെ കുറിച്ച് പഠിക്കുവാനുള്ള ഒരു വേദിയും ഉണ്ടാക്കി തന്നത് SNDP യൂണിയനും നമ്മുടെ പ്രകാശൻ സാറും ചേർന്നാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇതുപോലത്തെ സന്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടും ഗുരുവിന്റെ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ ഓരോരുത്തരെ കൂടി കൂട്ടി ഇതൊരു വലിയ വിജയമാക്കാൻ ഈ സത്ത് എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഈ സത്തും മുട്ടും കൂടെ പൊതിഞ്ഞ് അപ്പൊ ഞാൻ ഓർത്തെങ്കിൽ
ആ രണ്ടാമത് മേടിക്കുന്ന ഷർട്ട് ഇതിന് വരുമ്പോൾ ഇടാം എന്നും പറഞ്ഞിട്ട് ഞാൻ ഈ ഷർട്ടും കൊണ്ടും കൂടെ പൊതിഞ്ഞ് വണ്ടിയെ വെച്ചിട്ട് സാധാരണ ഒരു വേഷം സാധാരണ വെള്ളം കൊണ്ട് ഷർട്ട് ഇടുന്ന ഞാൻ പരിപാടിക്ക് പോയിട്ട് അവിടെ തന്നെ ഇടയ്ക്ക് ഇറങ്ങി വണ്ടി ഇരുന്നിട്ട് ഷർട്ടും കൊണ്ടും മാറി പോകാം എന്ന് ധരിച്ചു പോയ സാധനം എനിക്ക് അവിടെ തന്നെ ഈ ഷർട്ട് ഇടാൻ പറ്റിയില്ല. അപ്പൊ അതൊക്കെ ഗുരുദേവൻ പറഞ്ഞു ഈ ഷർട്ട് ഇടുന്നത് വന്നാമെന്ന് ഗുരുദേവൻ പറഞ്ഞു. അതാണ് എനിക്ക് അങ്ങനെയൊക്കെയുള്ള അതിശയകരമായ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് സംഭവിക്കുന്നുണ്ട്. നമുക്ക് പോരാനാണെങ്കിലും ഒരു തടസ്സമില്ലാതെ പോരാൻ പറ്റി. അതുപോലെ പ്രസാദ് സാറിനും നമ്മുടെ മനോജ് സാറിനും ആയിരം നന്ദികൾ അർപ്പിക്കുന്നു. അതുപോലെ എൻ്റെ കൂട്ടത്തിൽ സഹകരിച്ച 2 സാറന്മാരുണ്ട്, അവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പഠിതാക്കൾക്ക് എല്ലാവർക്കും അതിലേറെ ഉണ്ടാകട്ടെ. പഠനയാത്ര വളരെ രസകരമാണ്. ഭക്ഷണം സാറ് പറഞ്ഞു കഴിഞ്ഞു, എന്നാലും ഞാനൊന്നുകൂടി പറയാണ്. രുചികരമായ ഭക്ഷണം നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. അത് യാത്രയുടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെന്ന് ഇറങ്ങിയ ഗുരുദേവൻ വിശ്രമിച്ച ആ ക്ഷേത്രാങ്കണം മുതൽ നമുക്ക് ഗുരുദേവന്റെ ചരിത്രത്തെക്കുറിച്ച് അറിയാനായിട്ട് പറ്റിയത് നമ്മുടെ എല്ലാം മഹാഭാഗ്യമാണ്. അതിന് ഈ സംഘാടകരോട് എത്ര നന്ദി പറഞ്ഞാൽ തീരും എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ട സാറന്മാർക്ക് സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സന്തോഷകരമായ ഒരു നല്ല കയ്യടി അങ്ങോട്ട് അടിച്ചു. കൈയടിക്കുമ്പോ നിങ്ങൾക്കും കൂടെ പ്രയോജനമുണ്ട്. അതറിയാമോ? അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. കൈയടിക്കുമ്പോൾ നമ്മുടെ രക്തപ്രവാഹം കൂടും. രക്തപ്രവാഹം കൂടുന്നത് കൊണ്ട് അസുഖങ്ങൾ കുറയും കേട്ടോ. അതുകൊണ്ട് എവിടെ കൈയടിക്കാൻ അവസരം കിട്ടിയാലും ഭംഗിയായിട്ട് കൈയടിച്ചോ കേട്ടോ. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന സന്തോഷം. എന്തുകൊണ്ടാണ് കുറെ ശാരീരിക അസ്വസ്ഥത ഉള്ള ആൾക്കാർക്ക് ഇന്നത്തെ യാത്രയിൽ ഈ അസ്വസ്ഥതകളൊന്നും ഉണ്ടാകാതിരുന്നെന്ന് അറിയാമോ? നമുക്കുണ്ടായ സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന എൻഡോർഫിൻ എന്ന ഹോർമോൺ നമ്മുടെ രക്തത്തിൽ കലരുമ്പോൾ നമുക്ക് നമ്മുടെ അസുഖങ്ങളെല്ലാം മാറിപ്പോവും. അങ്ങനെ പോയതാണ്. അതുകൊണ്ട് പഠനയാത്ര ഇനി എന്ന് നടത്തിയാലും മുൻപന്തിയിൽ ഞാനുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അതിനിടയ്ക്കൊരു സ്വകാര്യം കൂടെ പറഞ്ഞു. എൻ്റെ അമ്മ എന്നോട് തിരുപ്പതി ക്ഷേത്രത്തിൽ പോകണമെന്ന്. അമ്മയ്ക്ക് ഒത്തിരി പ്രായമായി, 90 വയസ്സിനോട് അടുത്തപ്പോഴാണ് ഈ കാര്യമൊക്കെ പറയണത്. എങ്ങനെ കൊണ്ടുപോകുമെന്ന് ഞാനങ്ങനെ ആലോചിക്കാം. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ദിവസം പറഞ്ഞ്, ഞാനിപ്പോ ഉരുണ്ടു വീണും മരിച്ചു പോയാൽ എൻ്റെ ഈ ഒരു ആഗ്രഹം നടക്കാതെ പോകും. എനിക്കത് ശരിക്കും കേരളത്തിലുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ അമ്മ. അപ്പൊ ഞാൻ ഉടനെ ഈ തിരുപ്പതി പോകാനുള്ള യാത്രയ്ക്കുള്ള ചട്ടം കൂട്ടി ഓൺലൈനായിട്ട് സകലതും ബുക്ക് ചെയ്തു. 5 പേരുടെ, ഞങ്ങൾ 4 മക്കളുടെ അമ്മയുടെ ദർശനം, വഴിപാട്, താമസ സൗകര്യം, യാത്രാ സൗകര്യം എല്ലാം ബുക്ക് ചെയ്ത് അങ്ങനെ അമ്മയായിട്ട് പോയി. അവിടെ ചെന്നപ്പോഴല്ലേ ഇനിയും പോണം, അമ്മ പറയാണ് ഇനിയും പോണം. അപ്പൊ അതുപോലെ എനിക്കിപ്പോ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കുന്നു, യാത്രയുണ്ടായാൽ ഇനിയും പോണം. വേണ്ടേ? നല്ലപോലെ കൈയടിച്ചേ. നമ്മളുടെ ജീവിതത്തിലേക്ക് വളരെ ഒരു അസുലഭ നിമിഷങ്ങളായിരുന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഭാഷ എല്ലാവർക്കും അതിവിടെ പറയാൻ കഴിയും. ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ നിങ്ങൾക്കത് പറയാൻ കഴിയും. അത് കാരണം കൂടുതലായിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾക്ക് കിട്ടിയ ഈ സന്ദർഭം പരമാവധി വിനിയോഗിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഒത്തിരി ഭാഗ്യം ചെയ്തവരെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഒത്തിരി ഭാഗ്യം ചെയ്തവരെ നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഗുരുദേവ കടാക്ഷം
നേരിട്ട് ലഭിച്ച ഒത്തിരി പേര്. അത് അവർ തന്നെ നമ്മളുടെ സത്സംഗത്തിൽ ഈ 2-3 സത്സംഗത്തിൽ അവർ തന്നെ അത് പറയുകയും ചെയ്തു. ഞങ്ങൾക്ക് കിട്ടിയ ഗുരുദേവന്റെ ആ അനുഗ്രഹം. അവസാനം സത്സംഗത്തിൽ ഇത് പറഞ്ഞ നമ്മുടെ ഗിരിജാ മോഹൻദാസ് അല്ലേ, ഗിരിജാ മോഹൻദാസ് പറഞ്ഞു അത്രയും സമയം ആ മഹത് വ്യക്തി ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുകയും ആ ഗിരിജാ മോഹൻദാസിന്റെ പേര് പറയുന്ന നിമിഷം തന്നെ അതിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്ത ഒരു നിമിഷം. പക്ഷെ അതൊക്കെ തുറന്നു പറയുകയും അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അനുഗ്രഹം തന്നെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് നമ്മുടെ സന്തോഷ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒത്തിരി ഈ സഹോദരിമാരെയും അതുപോലെ തന്നെ സഹോദരന്മാരെയും കൂടപ്പിറപ്പുകളെയും നമുക്ക് ലഭിക്കുകയാണ് ചെയ്തത്. ഇനിയും ഇത്തരം പഠനയാത്രകൾ തുടർന്നും സംഘടിപ്പിക്കുവാൻ നമ്മുടെ സംഘാടകരായിട്ടുള്ള നമ്മുടെ ഗുരുകാരന്മാരായിട്ടുള്ള പ്രസാദ് സാറിനും അതുപോലെ തന്നെ മനോജ് മാംഗൾ സാറിനും ഉണ്ടാകട്ടെ. അവർക്ക് ഗുരുദേവൻ അതിനുള്ള പ്രാപ്തിയും എല്ലാ കഴിവുകളും ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഇപ്പോൾ ചുരുക്കുകയാണ്. എന്നുവെച്ചാൽ വ്യത്യസ്തമായ അനുഭവമാണ് നമുക്ക് പകർന്നു നൽകുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കാമ്പും കഴമ്പുമുള്ള ഒരു യാത്രയായിരുന്നു ഇത്. ഇതിൻ്റെ തുടക്കം മുതൽ ശ്രദ്ധിച്ചാൽ പ്രസാദ് സാർ ഇതിന് ആസൂത്രണം ചെയ്തിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടാണ്. നമ്മൾ വളരെ കൗതുകകരമായിട്ട് നോക്കുകയായിരുന്നു ഏത് രീതിയിലാണ് ആസൂത്രണം ചെയ്തത്, എങ്ങനെയാണ് പോകുന്നത്. ഇന്നോളം ചെയ്ത യാത്രയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ തുടക്കം മുതൽ അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് അതിരിക്കുന്ന ടാഗ് മുതൽ കാര്യങ്ങൾ വളരെ അടുക്കും ചുറ്റുകളും കൂടെ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ബോധ്യമാണ് വന്നു ചേർന്നുള്ളത്. എന്തായാലും അതിലൊരു ആത്മവിശ്വാസമുണ്ട്. സാറിനോടൊപ്പം ചേർന്ന് നടന്നാൽ അതിൻ്റെതായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആസ്വാദനക്കുറിപ്പ് കൂടി 2-3 പേജ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്ന് മറ്റു കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എഴുതി സമർപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അറിയില്ല എന്താന്ന് പറഞ്ഞാല് ഞാൻ ഈ പഠന ക്ലാസ്സിലേക്ക് വരാൻ തന്നെ വളരെയധികം ഒരു കുഴപ്പമില്ല, ബാലൻസാണ്. ഞാൻ ഈ യാത്രയിൽ തന്നെ പങ്കെടുക്കാൻ ആദ്യം ഇഷ്ടപ്പെട്ടെന്നല്ല വരാൻ, അസുഖത്തെ തുടർന്ന് ഞാൻ മടിച്ചതാണ്. പക്ഷെ എൻ്റെ മക്കൾ, അതായത് ചേട്ടൻ്റെ പെങ്ങളുടെ മോള്, ചേട്ടൻ്റെ മോള്, ഇവരുടെ കൂടുതൽ നിർബന്ധത്തിന് പുറത്താണ് ഞാൻ ഇന്ന് വരാൻ വേണ്ടി തയ്യാറായത്. ഇന്നലെ വൈകുന്നേരം സാറിനെ വിളിച്ചിട്ട് ഞാനൊരു അവധി ചോദിക്കണം, സാറേ എനിക്ക് വയ്യ, അതുകൊണ്ട് യാത്രയിൽ പങ്കെടുക്കാൻ വയ്യെന്ന് പറയണമെന്ന് പറഞ്ഞെങ്കിലും വീണ്ടും ഗുരുദേവന്റെ നിയോഗമായിരിക്കും, എന്നെ കൊണ്ട് പറയിപ്പിച്ചില്ല. അങ്ങനെ ഇന്ന് നമ്മൾ തുടങ്ങിയ സമയം മുതൽ ഈ സമയം വരെ നല്ല ആസ്വാദനം നമ്മളിൽ ഓരോരുത്തർക്കും വീഴത്തില്ല ഉണ്ടായിട്ടുണ്ട്. അതിന് നിയോഗിച്ച സാറ്, നമ്മുടെ ഗുരു, അദ്ദേഹത്തിൻ്റെ കഴിവുകളെ കുറിച്ച് നമുക്ക് പറയാൻ വയ്യ, എനിക്കത് പറയാൻ വാക്കുകളില്ല. സാറ് നല്ല രീതിയിൽ നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രയത്നിച്ചു. അദ്ദേഹത്തിനും അതിലുപരിയായി നമ്മുടെ കൂടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനോജ് മാംഗൾ സാറ്, അതിലുപരിയായി സാറിൻ്റെ കൂടെ ഇവിടെ കോട്ടയം എത്തിച്ചേർന്നിരിക്കുന്ന 2 അനിയന്മാര്, പിന്നെ നമ്മുടെ ഓരോ പഠിതാക്കള്, അതിലുപരിയായി എൻ്റെ മക്കള്, എല്ലാവർക്കും ഞാൻ വളരെ ആർദ്രമായി നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും ഇതുപോലെ ഒരു യാത്ര ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരുപാട് സന്തോഷമായി. കാരണം ഞങ്ങൾ ശിവഗിരിയിലൊക്കെ പോകാറുണ്ട്, എന്നാലും ഇത്രയും മനോഹരമായ ഒരു യാത്ര, അതാ പറഞ്ഞ കറക്റ്റ് ടൈമിന് ഓരോ സ്ഥലത്തു നിന്നും പുറപ്പെടാനും എല്ലാത്തിനും ഒരുപാട് നന്ദി സാറേ. ഇനിയും ഇതുപോലത്തെ യാത്രകൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തുടർന്ന് തരണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെല്ലാവർക്കും ഒരുപാട് ഇതിനകത്ത് സഹകരിച്ച എല്ലാവരെയും ഒരുപാട് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. രാവിലെ 5:15 തണ്ണീർമുക്കം ജംഗ്ഷനിൽ ഞങ്ങൾക്ക് നിൽക്കേണ്ടിയിരുന്നത്. സാറിനെ പേടിച്ചിട്ട് 5:01 തന്നെ അവിടെ വന്ന് നിന്നു. കാരണം സാറിൻ്റെ കൃത്യനിഷ്ഠ അറിയാവുന്നതുകൊണ്ട് പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ഒരു 10 മിനിറ്റ് വൈകിയെങ്കിലും കുഴപ്പമില്ലാതെ പോരാൻ പറ്റി. സാർ അതിൻ്റെ കാരണം പറയുകയുണ്ടായി. വളരെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ് സാർ മുഖാന്തരം ലഭ്യമായത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് എല്ലാം കൂടെ പറഞ്ഞ് എല്ലാവർക്കും പറയണ്ടേ. അതുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ എഴുതി തരാനുള്ളതിൽ തരാമെന്ന് പറയുന്നു. എന്നാലും 1-2 കാര്യങ്ങൾ പറയാം.
ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ എന്നല്ല, ഈ സ്ഥലങ്ങൾ പോലും ഞാൻ ഇതുവരെ കണ്ടിരുന്നില്ല. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. കൂടാതെ ഭക്ഷണം, നല്ല രുചികരമായ ഭക്ഷണമെന്ന് മാത്രമല്ല, സമയത്ത് വിശന്ന് വലഞ്ഞിട്ടല്ല കഴിച്ചത്, സമയത്ത് തന്നെ കിട്ടി. അങ്ങനെ എല്ലാം ചിട്ടയായി ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ പ്രസാദ് സാറിനും സാറിന്റെ കൂടെ വന്ന രണ്ടുപേർക്കും മനോജ് സാറിനും എല്ലാവർക്കും പറ്റി എന്നുള്ളത് കൊണ്ട് അവരുടെ എല്ലാവരോടും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ പഠിതാക്കൾക്കും ഇനിയും ഇതുപോലെയുള്ള യാത്രകൾ ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പഠന ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചത് കാരണമാണ് ഇതുപോലൊരു യാത്രയിൽ എനിക്ക് വരുവാൻ സാധിച്ചത്. അതുകൂടാതെ പ്രസാദ് സാറിന്റെ കൃത്യനിഷ്ഠയാണ് എനിക്ക് പറയാനുള്ളത്. അത് കാരണം ഞങ്ങൾ വളരെ കൃത്യതയോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. രാവിലെ എഴുന്നേച്ചാൽ ഉടനെ സമസ്ത ഇടണം എന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് പോകുന്നത് തന്നെ. ഇതുപോലെ ഒരു യാത്ര സാറിനോടൊപ്പം ഇങ്ങനെ വരാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ യാത്രയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നതും. രാവിലെ അവിടെ വന്നപ്പോൾ തന്നെ സാറിന്റെ വണ്ടി വരാൻ വൈകിയപ്പോൾ ഞാൻ ഷീനയോട് പറഞ്ഞത്, നമ്മൾ 5:15 സാർ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് 5:30 മാത്രം സാറിനെ വിളിച്ചാൽ മതി എന്ന് പറയുകയുണ്ടായി. ഒത്തിരി സന്തോഷം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഗുരുദേവപാദങ്ങളിൽ പ്രണാമം. ആദ്യമായി ഞാനിവിടെ നന്ദി പറയുന്നത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനും അതിനേക്കാൾ ഉപരി സഹപ്രവർത്തകനും ഞങ്ങളുടെ ശാഖയുടെ സെക്രട്ടറിയായ ശിവപ്രസാദ് ചേട്ടനോടാണ്. കാര്യം എന്നെ ഇങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നത് ശിവപ്രസാദ് ചേട്ടനാണ്. അപ്പോൾ ആദ്യമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ ശാഖായോഗ സെക്രട്ടറിയോടാണ്. പിന്നെ എനിക്ക് ഗുരുദേവ കൃതികളെ കുറിച്ചൊന്നും വലിയ അറിവുകളൊന്നും ഇല്ലായിരുന്നു. ശരിക്കും അതൊക്കെ പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു വേദി കിട്ടിയത് ചേർത്തല യൂണിയന്റെ ഈ പഠന ക്ലാസ്സിനോടനുബന്ധിച്ചാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അറിയാൻ പാടില്ലാത്ത സത്യത്തില് ദീപാർപ്പണം പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതൊക്കെ വളരെ മനോഹരമായി പഠിപ്പിച്ചു തന്ന, അതുപോലെ തന്നെ ഓരോ കൃതികളും വളരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് തന്ന ശിവപ്രസാദ് സാറിന് ഒരുപാട് നന്ദി. പിന്നെ അതുമല്ല, ഞാൻ യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ സത്യത്തിൽ ഇങ്ങനെ ഒരു യാത്ര ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് നല്ല അനുഭവങ്ങളാണ്. ഓരോ ക്ഷേത്രങ്ങളിൽ ചെന്നപ്പോഴും നമുക്ക് വ്യത്യസ്തമായ ഒരുപാട് നല്ല അനുഭവങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതിനും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള യാത്രകളിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം. ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയും ഉണ്ടാവും. പ്രണമിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഞാൻ ഒട്ടുമിക്ക ഗുരുദേവ കൃതികൾ ചൊല്ലി പഠിച്ചിട്ടുണ്ട്. കാണാതറിയില്ല. ഒന്നിന്റെ അർത്ഥവും വ്യാകരണവും അറിഞ്ഞിട്ടല്ല ഞാൻ പഠിച്ചിരിക്കുന്നത്. കാരണം സന്ധ്യയ്ക്ക് കഞ്ഞി വിളമ്പണമെങ്കിൽ അമ്മൂമ്മയ്ക്ക് നിർബന്ധമായിരുന്നു ഇതെല്ലാം ചൊല്ലണം എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കുമായിരുന്നു, ഇതെന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. അപ്പോ വിനായകാഷ്ടകം ചൊല്ലിയപ്പോൾ പറഞ്ഞത്, അത് ഗണപതി ഭഗവാനെ കുറിച്ചുള്ളതാണ്, നീ അത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പാടുക. ഇന്നും ഞാൻ പാടുന്നുണ്ട്. അതിന്റെ അർത്ഥമൊന്നും എനിക്ക് അറിയത്തില്ലെങ്കിലും മഹാദേവന്റെ കൈ പിടിച്ചൊരു ഉണ്ണിഗണപതി നടന്നു വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അമ്മൂമ്മയോട് ചോദിച്ചു, ഗുരുദേവൻ എന്ത് തരും, എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? നിന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ദേവനോട് പറഞ്ഞാൽ സാധിക്കും എന്ന് എന്നോട് അന്ന് പറഞ്ഞിരുന്നു. എൻ്റെ ആദ്യത്തെ ആവശ്യം ഒരു ഗ്ലാസ് കട്ടൻ ചായയിൽ ഒരു സ്പൂൺ പഞ്ചസാരയിട്ട് ഇളക്കി കുടിക്കാൻ എനിക്ക് അവസരം തന്നെ എൻ്റെ ഗുരുദേവ എന്നായിരുന്നു. അന്ന് കട്ടൻ ചായ ഒരു കയ്യിൽ പഞ്ചസാരയുമായിട്ടായിരുന്നു വീട്ടിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എന്നെ ഇങ്ങനെ ആക്കിയതും എല്ലാം നിശബ്ദ സാന്നിധ്യമായിട്ടും എൻ്റെ ഗുരുദേവൻ എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ നിമിഷവും എന്നോടൊപ്പം തന്നെയുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ഒരു കർക്കശക്കാരിയായ വീട്ടമ്മയാണ് ഞാൻ എങ്കിലും എല്ലാവരുടെയും ഉള്ളിലും ഉള്ളതുപോലെ ഒരു നിസ്സഹായായ സ്ത്രീ എന്നിലുമുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം നിശബ്ദ സാന്നിധ്യമായിട്ട് എൻ്റെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞ് പൊട്ടിക്കരയാൻ എനിക്ക് ഗുരുദേവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും പ്രസാദ് സാറിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഗുരുദേവന്റെ സാന്നിധ്യം ഞാൻ കാണുന്നു. കാരണം സാറിൻ്റെ ആ ഒരു നിലപാടുകളും ആ ടൈമിങ്ങും എല്ലാം ഇനിയും ഈ യാത്രയിൽ ഉടനീളം ഞാൻ ഉണ്ടാവും. എൻ്റെ ഗുരുദേവന്റെ അറിയുവാനുള്ള ഈ യാത്രയിൽ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും, ഒപ്പം എന്നെയും. നന്ദി. യാത്രയെ പറ്റി പറയാൻ
കൊണ്ടാണ് കൊണ്ട് വിടുന്നത്. നമ്മുടെ ചേച്ചിയുടെ പേര് നരുന്തതി പറഞ്ഞതുപോലെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഭക്തി ഗാനങ്ങളിൽ മുഴുകി നല്ല ഈശ്വര ഗുരുദേവനെ ഇങ്ങോട്ട് ഞങ്ങൾ വണ്ടിയുടെ ആക്കിക്കൊണ്ടാണ് പോണത്. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കൂട്ടത്തില് എന്റെ ട്രിപ്പ് എന്ന് വെച്ചെന്നാൽ വയസ്സന്മാരും കൊച്ചുപിള്ളേരെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യണം. കാര്യം എന്ന് വെച്ചെന്നാൽ ഈ ചെറുപ്പക്കാരെ മീഡിയം വനിതകളോട് പറയുമ്പോൾ അവർക്ക് ഇതിനൊന്നും നേരെയില്ല, സമയമില്ല, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. അപ്പൊ എന്റെ ഗ്യാങ് എന്ന് വെച്ചെന്നാൽ 90 വയസ്സ് 100 വയസ്സ് വരെയുള്ള അമ്മമാരുണ്ടെങ്കിലും മീഡിയം പിള്ളേരുണ്ടെങ്കിലും അവരെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. തിരിച്ചിങ്ങോട്ട് വരുമ്പോ അവർക്കൊരു ആസ്വാദനത്തിന് ഇവരോട് പറഞ്ഞേക്കും അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ട് കൊടുക്കുക, അവരൊന്ന് കളിക്കട്ടെ, അങ്ങനെ റെഡിയാക്കിയാണ് പോലെ. അതുകൊണ്ട് അരുന്ന ചേച്ചി ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഒരു പാട്ടില്ല, ഒരു രസമില്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞു. പക്ഷെ അതിനേലും വലിയ രസകരമായി നമ്മളിതിനകത്ത് ആസ്വദിച്ച് എല്ലാവരും പരസ്പരം മതിമറന്ന് കൃതികള്, എന്നെ സംബന്ധിച്ച് കൃതി എന്ന് പറയുന്ന ഒരു സാധനം അറിയാൻ പാടില്ല. ചൊല്ലും പഠിക്കും, നമ്മുടെ കൃതികൾ തന്നെയാണ് ചൊല്ലുന്നത്. പക്ഷെ ഇതിന്റെ ഒരു വക്ക് മൂലം ഒന്നും തന്നെ അറിഞ്ഞില്ല, ഒരർത്ഥവും അറിഞ്ഞില്ല. ചൊല്ലുന്നത് ഗുരുദേവകൃതികളാണ്, അറിയാൻ പാടില്ലെങ്കിലും അക്ഷരങ്ങൾ തെറ്റിയാലും അത് തന്നെ ചൊല്ലുള്ളൂ. വേറൊരു കൃതികളും നമുക്ക് ചൊല്ലാറില്ല. അപ്പൊ ഇത്രയും നമ്മൾ ഗംഭീരമാക്കി തന്ന ഈ യാത്രയെ എങ്ങനെ പറഞ്ഞാലും അതിനൊരു പോരായ്മകളെ വരുള്ളൂ. കാര്യം പ്രസാദ് സാറിന് യാത്ര 2 പ്രാവശ്യം മാറ്റി വെച്ചെങ്കിലും ഇതിന്റെ കോർഡിനേഷൻ നമ്മളാരും ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മളൊന്നും അറിയാതെ ഇത്ര നല്ലൊരു യാത്ര സംഘടിപ്പിച്ചു തന്ന സാറ് നമുക്ക്, എനിക്കൊരു 3 വർഷമായിട്ട് എന്നെ ഒറ്റയ്ക്ക് എങ്ങും ഒരു പ്രോഗ്രാമിനും ദൂരെയായിട്ട് എന്ന് വെച്ചാൽ ചേർത്തല ടൗൺ മാത്രം ഇട്ടുകൊണ്ട് കടത്തിക്കൊണ്ടുവന്ന എവിടെയെങ്കിലും പോകണമെന്ന് പറയണമെങ്കിൽ മകൻ കൊണ്ടുപോകണതല്ലാതെ എൻ്റെ അസുഖത്തെ സംബന്ധിച്ച് എന്നെ വിടാറില്ലായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ ചേച്ചിയെ കൂടി കൂട്ടിപിടിപ്പിച്ച് ക്ലാസ്സിൽ കയറ്റിയത്. പക്ഷെ പാവത്തിന് ശ്വാസം മുട്ടലും പനിയും മതി. അപ്പൊ ഇന്നലെ എൻ്റെ മകൻ പറഞ്ഞ അമ്മ പോകണ്ട, ഞാൻ വിടിയേല, ചേച്ചി വല്യമ്മയും കൂടി ഇല്ലാതെ ഞാൻ വിടിയേല. ഞാൻ ഓർത്ത് ഇത് ഭഗവാനെ എന്ത് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞടാ, നമ്മുടെ 2 ചേച്ചിമാര് നമ്മുടെ അടുക്കുന്നുണ്ട്, ഒരു ടീച്ചറും ഉണ്ട്, സന്ധ്യ ചേച്ചിയുണ്ട്, അവരെങ്കിലും ഉണ്ടാവട്ടെ എൻ്റെ കൂട്ടത്തിൽ സൈഡിൽ പിടിക്കാൻ ഞാൻ വീണാൽ. ആ ഒരു ഉറപ്പിലാണ് എന്നെ വിട്ടത്, ഇല്ലെങ്കിൽ എനിക്കിതൊരു തീരാ നഷ്ടമായി പോയനെ. അതുകൊണ്ട് ഇനിയുള്ള പഠന ക്ലാസ്സിലും എൻ്റെ ആരോഗ്യം നന്നായിട്ട് കിട്ടിയണമെങ്കിൽ ഇനിയും മുമ്പോട്ടെ എന്നും പറഞ്ഞ് എല്ലാവർക്കും ഒരിക്കൽ കൂടി, പ്രത്യേകിച്ച് സാറിനും മനോജ് സാറിനും നമ്മുടെ 2 ചേട്ടൻ കുഞ്ഞനിയന്മാർക്കും പ്രത്യേകം നല്ലറിവ്. അത്ര നല്ല കോർഡിനേഷൻ ചെയ്തു. നമ്മളായിട്ട് സാർ പറഞ്ഞാൽ പോലും നമ്മൾ ഇത്രയും ചെയ്യുന്നില്ല, നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇച്ചിരി അപാകതയൊക്കെ വരുമായിരുന്നു. പക്ഷെ ഇവര് ഇത്ര നന്നായിട്ട്, അതെന്തുകൊണ്ടെന്നാലും ഞാൻ പറയാം. പിന്നെ തുഷാർജി സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിൽക്കുമ്പോൾ 15 ദിവസം ഞാൻ അവിടെ സ്റ്റേ ചെയ്ത് പ്രവർത്തനത്തിന് ഇറങ്ങിയാണ്. പുതുപ്പള്ളി ശാഖകളിലാണ് എല്ലാത്തിനും പോയത്. ആ ശാഖകളിൽ ചെന്നിട്ട് കിട്ടിയ ആ സ്നേഹം, ഞങ്ങളുടെ എന്ത് ശാഖ വന്നാൽ നിങ്ങളൊന്നും വന്നാൽ ഉണ്ടാകില്ല, ഉള്ള കാര്യം. അവിടെ ചെന്ന കാല് കഴുകാൻ മനസ്സാണ് ഞാൻ പറയണേ, കാല് കഴുകാതെ നമുക്ക് ആ ഗ്രൗണ്ടിൽ പോലും ഇറങ്ങാൻ തോന്നിയില്ല. അത്രക്ക് വിനയവും വൃത്തിയും ബഹുമാനവും ആദരവുമാണ്. അത് മിക്ക ശാഖകളും തന്നെ AC ആണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വന്നവര് നമ്മളെ ബഹുമാനിക്കാതിരിക്കുവോ, നമ്മളെ നോക്കാതിരിക്കുവോ? അതാണ് ഇവരുടെ പഠനം. അതിൻ്റെ ഒപ്പം അത് ആ സ്ഥലത്തു നിന്ന് തന്നെ ഉള്ള നമ്മുടെ സാറ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര നല്ല ചിട്ടവട്ടമായ ഒരു ക്ലാസ് നയിക്കുന്നതും നമ്മളെ ഇങ്ങനെ സംഘടിപ്പിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഗുരുദേവനാമത്തിൽ എല്ലാവർക്കും നല്ലൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആദ്യം തന്നെ ഞാൻ കേൾക്കണില്ല, അമ്പിളി ചേച്ചിക്കാണ് ആദ്യം ഞാൻ നന്ദി പറയണത്. എന്താണെന്ന് വെച്ചാല് ഞാൻ ഇതുവരെ ഒരു കാര്യത്തിനും പോയിട്ടില്ല പുറത്തേക്ക്. എന്നെ അമ്പിളി ചേച്ചിയാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതും ചേർത്തത് വരെ അമ്പിളി ചേച്ചിയാണ്. അതിലെനിക്ക് അമ്പിളി ചേച്ചിയുടെ ഒരുപാട് തീരാത്ത നന്ദിയുണ്ട്. പിന്നെ നമ്മുടെ സാറ് പ്രസാദ് സാറ്, മനോജ് സാറ്, പിന്നെ ഇത് നമ്മുടെ ഒരു വീട് പോലെ, നമ്മൾ ഇന്നൊരു വീട്ടിൽ നിന്ന് യാത്ര പോയതുപോലെ എല്ലാവരും കൂടി പോയി എല്ലാ കാര്യങ്ങളും കണ്ട് എല്ലാ അമ്പലവും. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ക്ഷേത്രങ്ങൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ. ഞാൻ തിരുവനന്തപുരത്തും എല്ലായിടത്തുമൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എല്ലാ ആശുപത്രികളിൽ മാത്രമാണ് ഞാൻ പോയിട്ടുള്ളത്. അമ്പലത്തിൽ പോകാനായിട്ട് എനിക്കൊരു സാഹചര്യം ഉണ്ടായത് ഈ ഒരു പഠന ക്ലാസ്സിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രമാണ്. അതിലെനിക്ക് ഒരുപാട് നന്ദി എല്ലാവരെയും. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം
ഞാൻ എൻ്റെ ഈ സർവീസിൽ ഏകദേശം 20 വർഷത്തോളം എറണാകുളം ജില്ല ജോലി ചെയ്താണ്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ ഒന്നും കണ്ടിട്ടില്ല. വാതിൽ നിന്ന് തൊഴുതിട്ടോടിയിട്ടേ ഉണ്ട്. ഇന്ന് ഈ ഓരോ ക്ഷേത്രങ്ങളുടെ മുറ്റത്ത് നടന്ന് ചുറ്റി നടന്ന് കണ്ടപ്പോൾ എനിക്കുണ്ടായ ആ വികാരം എന്താണ്, ആ അനുഭവം എൻ്റെ ഭഗവാനെ എൻ്റെ ഗുരുദേവന്റെ കൂടെ ഉണ്ടെന്ന് തോന്നിപ്പോയി. അത്രയും സന്തോഷമായിരുന്നൊരു പഠനയാത്ര. പിന്നെ ഇടയ്ക്ക് എനിക്കൊരു പോരാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പ്രസാദ് സാറിന്റെ ഒരു ഷൗട്ടിങ് വന്നപ്പോ അതെല്ലാം വീട്ടിൽ മാനേജ് ചെയ്ത് പകരം സംവിധാനം ഒരുക്കി. അതുകൂടാണ്ട് എന്റെ മാമി ഇപ്പൊ കുറച്ചു നേരം മുമ്പ് പറഞ്ഞില്ലേ, വിമലാന്നാരാണ്, എടി കൊച്ചേ നമുക്ക് പോകാൻ പറ്റും, എന്തൊരു മഴ. അപ്പോഴും മനസ്സൊന്ന് തേങ്ങിയെങ്കിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത്രയും വിജയപ്രദമാക്കിയ പ്രസാദ് സാറിനും സാറിന്റെ ക്രൂവിനും പിന്നെ നമ്മളെ ഈ നയിക്കുന്ന കപ്പിത്താൻ ഫ്രണ്ടിലിരിപ്പുണ്ടല്ലോ, ഒരു കുഴപ്പവും കൂടാതെ നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ എന്റെ കുറെ സഹോദരങ്ങൾ എനിക്ക് കിട്ടി, ആണും പെണ്ണും ഒക്കെ ആയിട്ട് പഠിച്ച് പൊളിച്ച് ഇനിയും ഒരു പഠനയാത്ര അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ ഞാൻ മുൻപന്തിയിലുണ്ടായിരിക്കും. ഓക്കെ, പ്രണാമം. അതോടൊപ്പം നമ്മുടെ ഗുരുസ്ഥാനീയരായ പ്രസാദ് സാറിനും മനോജ് സാറിനും നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ വളരെ കൃത്യനിഷ്ഠയോടെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന സാറിനോടൊപ്പം വന്ന 2 സംഘാടകർ, നമ്മളുടെ വാഹനം നയിക്കുന്ന ഡ്രൈവർ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം അർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ഈ പഠനയാത്ര കൊണ്ട് നമ്മൾ ഇന്ന് വീട്ടിൽ നിന്നാൽ ഇന്ന് സൺഡേ ആണ്, ഒരുപാട് ജോലികളാണ്. വൈകുന്നേരം വരെ ജോലി ചെയ്ത് വിഷമിച്ച് എവിടെയെങ്കിലും ഇത്തിരി സമയം എന്തെങ്കിലും വായിക്കണമെന്ന് തോന്നിയാൽ പോലും പറ്റാത്തൊരു ദിവസമാണ് ഞായറാഴ്ച. മറ്റുള്ള ദിവസങ്ങളിലെല്ലാം ജോലിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ദിവസം ഇത്രയും ധന്യമായത്, അത് തന്നെയുമല്ല, സാധാരണ സവർണ മേധാവിത്വം ഉള്ളവരുടെ ക്ഷേത്രങ്ങളാണ് ഗംഭീരമെന്നൊരു വിശ്വാസം നമ്മുടെ സമുദായത്തിലുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മൾ പോയ ക്ഷേത്രങ്ങളെല്ലാം കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോയി. നമ്മുടെ സമുദായം ഇത്രയേറെ ഉയർന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതിന് നമ്മുടെ സമുദായത്തിന്റെ ആ പൂർവികരായിട്ടുള്ള തലമുറയ്ക്ക് ഒരുപാട് അവരുടെ സ്മരണയിൽ ഞാൻ എൻ്റെ ബാഷ്പാഞ്ജലി അർപ്പിക്കുകയാണ്. അത്രയ്ക്ക് സന്തോഷം തോന്നി. എത്രയോ പേരുടെ സംഘാടകരുടെ പ്രവർത്തനം മൂലമാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു ക്ഷേത്രങ്ങളിൽ പോകുവാനും ദർശനം നടത്തുവാനും എല്ലാം സാധിച്ചത്. അവരുടെ അശ്രാന്തമായിട്ടുള്ള ഒരു പരിശ്രമ ഫലം മാത്രമാണ്. നമ്മുടെ ഈ സമുദായത്തിൽ എന്ന് പറയുന്നത്, ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്, ശരിക്കും നമ്മൾ ഇതിനു മുൻപ് പല യാത്രകളിലും തീർത്ഥാടനത്തിനും അല്ലാതെയും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇത് ശരിക്കും നമ്മുടെ ഈഴവ സമുദായത്തിന്റെ ഒരു മുന്നേറ്റത്തിന്റെ, ഐക്യത്തിന്റെ ഒരു യാത്രയായിരുന്നു എന്ന് തന്നെ പറയാം. തീർച്ചയായും നല്ല അനുഭവങ്ങൾ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതിരിക്കുവാനുള്ള അനുഭവങ്ങളാണ് നമുക്കുണ്ടായത്. ഇനിയും ഇതുപോലെയുള്ള യാത്രകൾ ഉണ്ടാവണം. ഇന്ന് പങ്കെടുക്കാൻ സാധിച്ചവർ തീർച്ചയായും ഗുരുവിന്റെ നിയോഗം, അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, പ്രണാമം. ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ച പ്രസാദ് സാറിനും മനോജ് സാറിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഇന്നത്തെ അനുഭവം ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഞാൻ പല ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ക്ഷേത്രങ്ങളിൽ ചെന്നപ്പോൾ അവിടുത്തെ ഓരോ രീതികളും കാര്യങ്ങളും വളരെ ആസ്വദിച്ച് അനുഭവിക്കാൻ സാധിച്ചു. ഞാൻ ഗുരുദേവൻ്റെ ഭക്തയാണ്. ഒരു ദിവസം രാവിലെ ഒരു കീർത്തനം ചൊല്ലിയതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. വേറെയും ചൊല്ലി. എന്നാലും ഇന്നത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭവമായി. നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്നും ഇത്രയും നല്ല പെരുമാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും നല്ല രീതിയിലെ പെരുമാറ്റങ്ങൾ കാര്യങ്ങളാണ് ഉണ്ടായത്. സാറിൻ്റെ കൂടെ വന്ന പ്രത്യേകം കൊടുത്തിട്ടുള്ള ഗുരുസ്ഥാനീയരായ പ്രസാദ് സാറിനും മനോജ് സാറിനും നമസ്കാരം. ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു കല്യാണം എനിക്കും ബേബിച്ചേച്ചിയും ഉണ്ടായിരുന്നു. അപ്പം അത് ഞങ്ങളവർക്ക് അതാണ് എത്തിച്ചേണ്ടതെന്ന് വിചാരിച്ച്, പക്ഷെ അതിന് പോയിരുന്നെങ്കിൽ വളരെ നഷ്ടമായി പോയത് എന്നൊക്കെ എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് നല്ല ഒരു യാത്രയായിരുന്നു. പറയാൻ വാക്കുകളില്ല. രാവിലെ തൊട്ട്
ഓരോ ക്ഷേത്രങ്ങളിൽ നിന്ന് അവരുടെ ഓരോ ക്ഷേത്രങ്ങളിലെയും ജീവനക്കാരുടെയും ഭാഗത്തു നിന്നുള്ള രീതികളും ഒക്കെ നമുക്ക് വളരെ പറയാൻ വാക്കില്ല. അത്രയ്ക്ക് നല്ല പെരുമാറ്റമായിരുന്നു എല്ലാവരുടെയും. കോർഡിനേറ്റ് ചെയ്ത രണ്ടുപേർക്ക്, ഡ്രൈവറും നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ഡ്രൈവറിനും എല്ലാവർക്കും നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഞാനൊരു 2 കുരുക്കന്മാർക്കും നന്ദി പറയുകയാണ് ഇങ്ങനൊരു യാത്രയിൽ സംഘടിപ്പിച്ചതിന്. പിന്നെ ചേർത്തല യൂണിയനിലേക്ക് എന്നെ കൊണ്ടുവന്നത് അമ്പിളി ചേച്ചിയാണ്. ഇങ്ങനൊരു പഠന ക്ലാസ്സിലേക്ക് വരാൻ കാരണം അമ്പിളി ചേച്ചിയാണ്. അതുകൊണ്ട് അമ്പിളി ചേച്ചിക്ക് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനൊരു യാത്ര എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. എനിക്കൊരു പുതിയൊരു അനുഭവമാണിത്. ഇതുപോലെ ആയിരിക്കും എല്ലാവർക്കും ഞാൻ വിചാരിക്കുന്നു. കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഇനിയൊരു യാത്ര ഉണ്ടെങ്കിലും മുമ്പെന്തേലും ഞാനുണ്ടാവും. പ്രത്യേകിച്ച് സാറിന്, മാവങ്കൽ സാറിന് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂര്, മൈസൂര്, കോഴിക്കോട്, തിരുവനന്തപുരം, തഞ്ചാവൂർ, മന്നാർക്കുടി, തേനി എല്ലാവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നല്ല ഹാപ്പിയൊക്കെ ആയിരുന്നിട്ടുണ്ട്. ഇതുപോലൊരു ക്ലാസ് ഇത് പിന്നെ ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഒരു പഠനയാത്രയ്ക്ക് ഇങ്ങനെ ഒരു ക്ലാസ്. വണ്ടിയിൽ തന്നെ എല്ലാവിധ പിന്നെ സജ്ജീകരണങ്ങളും പ്രഭാഷണത്തിനും എന്തെങ്കിലും നമ്മൾ പിന്നെ അഭിപ്രായം പറയാനും പിന്നെ ഒരു ക്വിസ് മത്സരം പോലെ മത്സരം നടത്തി ഒരു പിന്നെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് പ്രൈസ് കൊടുക്കുക, ഇതെല്ലാ സജ്ജീകരണങ്ങളും വണ്ടിയിൽ തന്നെ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ കാണുന്നത്. അതൊക്കെ വളരെയധികം സന്തോഷമായ കാര്യങ്ങളാണ്. ഞാൻ ഈ പിന്നെ ഇപ്പൊ പോയ റൂട്ടിൽ കൂടിയൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ക്ഷേത്രങ്ങളിൽ ഞാൻ അങ്ങനെ കയറിയിട്ടില്ല. ചെറായി, കുമ്പളങ്ങി, വള്ളുരുത്തി അങ്ങനെയൊക്കെ. പിന്നെ ഗുരുദേവനെ കുറിപ്പിൻ്റെ ഇതിൽ കൂടി ഞാൻ പിന്നെ ഒരുപാട് വർഷങ്ങളായി ഞാൻ പിന്നെ അതിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും തന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ കൃതികൾ വായിക്കുക, പിന്നെ എല്ലാം പദ്യം കേൾക്കും, എന്താണ് പ്രാർത്ഥനകൾ ചൊല്ലുക, അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും എന്താ പറയുക, എനിക്ക് അതിനെക്കുറിച്ചൊക്കെ ആരോടും പറഞ്ഞു കൊടുക്കാനൊന്നും അറിയില്ലെങ്കിലും എനിക്ക് സ്വയം അറിയാനുള്ള ഒരു തിടുക്കം ഞാൻ കാണിക്കാറുണ്ട്. എവിടെ എന്തൊരു പിന്നെ ക്ലാസ് ഉണ്ടെങ്കിലും ആരുടെ ക്ലാസ് ആണെങ്കിലും ഞാൻ അവിടെ പോകും, ഞാൻ അത് ശ്രവിച്ചിരിക്കും. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾ കിട്ടുന്നത് വളരെ പിന്നെ നല്ലതായിട്ട് ഞാൻ കണക്കിലെടുക്കാറുണ്ട്. അങ്ങനെ എനിക്ക് അതിശയം തോന്നുന്നു. പ്രസാദ് സാറിൻ്റെ കാലിന് ആ വയ്യാത്തത് കണ്ടപ്പോൾ തൊട്ട് ഞാൻ അയ്യോ സാറ് ഇതെങ്ങനെ എഴുന്നേറ്റ് നടന്ന് ഞങ്ങളോടൊപ്പം ഇങ്ങനെ. നമസ്കാരം. ഞാൻ ആദ്യം തന്നെ പ്രസാദ് സാറിനോടൊരു ക്ഷമ ചോദിക്കുന്നു. കാരണം സാറ് വളരെ കൃത്യനിഷ്ഠയോടുകൂടി സീറ്റ് ക്രമീകരിച്ചിരുന്നതായിരുന്നു. അപ്പം അതിൽ നിന്നൊരു അത് ലംഘിച്ച് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് സാർ ക്ഷമിക്കണം അതിൽ നിന്ന്. പിന്നെ ഈ പഠനയാത്ര വളരെ രസകരമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനവിടെ വന്നത്. ദൈവദശം മാത്രം സത്യം പറഞ്ഞാൽ കാണാതെ അറിയാവുള്ളൂ. വേറെ ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. അവിടെ കൂടുതൽ പഠിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനിതിന് വന്നത്. പ്രസാദ് സാറും മനോജ് സാറും ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ശരിക്കും ഓർക്കുന്നൊരു കാര്യം, എന്തെങ്കിലും ഇതുപോലെയൊക്കെ പറയാൻ സാധിക്കുമോ. എൻ്റെ കോർഡിനേറ്ററായ ദീപുവിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ, ഞങ്ങൾക്കും സാധിക്കുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല പറ്റും എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഓർത്തുപോയി. ഇപ്പൊ ഒരു ഓൺലൈൻ ഒരു കാലഘട്ടമാണല്ലോ. ഇവരുടെയൊക്കെ തലയിലുള്ള നമുക്ക് ഫോർവേഡ് ചെയ്ത് തന്നിരുന്നെങ്കിൽ എന്നുവരെ സത്യം പറഞ്ഞാൽ ആലോചിച്ചു പോയി.
അപ്പം വളരെ നന്ദി. ഗുരുക്കന്മാരായ പ്രസാദ് സാറിനും മനോജ് സാറിനും ആദ്യമേ തന്നെ നമസ്കാരം. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയ സഹപാഠികൾക്കും എനിക്ക് പറയാനുള്ളത്, ഈ പഠനത്തിന് പ്രായമില്ല. അപ്പോൾ ഇപ്പം നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ് അല്ലേ? ആ പഠനത്തിൻ്റെ പഴയ ആ ഓർമ്മകളിലേക്കാണ് നമ്മളെ ഏതിൻ്റെ പഠനമാണെങ്കിലും കൊണ്ടെത്തിക്കുന്നത്. അത് നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ ഒരു ദുഃഖം എന്ന് പറയാനായിട്ട്, ഞാൻ അംഗനവാടി ടീച്ചറാണ്. ഒരു അംഗനവാടി ടീച്ചറിൻ്റെ പണ്ടത്തെ ജോലി പോലെ അല്ല, ഒരുപാട് വർക്ക് ലോഡുണ്ട്. അതിനിടക്ക് ഞാൻ ട്രാൻസ്ഫറും കൂടെ വാങ്ങിച്ചു. പാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെ 18 കുട്ടികളുടെ അടുത്തുനിന്ന് ഞാൻ പോയത് 5 കുട്ടികളുടെ അടുത്തോട്ടാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ പ്രതീക്ഷിച്ച് അവിടെ കുറേ പേരൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അവിടെ കുറേ കുട്ടികളും കൂടെ ആയി. പിന്നെ ഒന്നും അറിയാൻ വയ്യാത്തൊരു ഹെൽപ്പർ. അതിനിടയിൽ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അവിടുത്തെ രജിസ്റ്ററുകൾ മൊത്തം ഒന്നും അറിയാൻ പാടില്ലാത്ത കുട്ടികൾ ചെയ്ത് പുളാക്കി വെച്ചിരിക്കും. ഞാനിവിടെ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും 1 വർഷത്തെ മൊത്തം എൻ്റെ തലയിലായി. പിന്നെ എനിക്ക് ഒരു ഷോപ്പുണ്ട്, ചായക്കടയുണ്ട്. അപ്പോൾ ഈ ഞായറാഴ്ചത്തെ ക്ലാസ്സിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാം ചെയ്ത് ഒരുങ്ങിയാണ് ഞാൻ ബാഗുമായിട്ട് ഷോപ്പിൽ വന്നത്. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ തിരക്കോട് തിരക്കാണ്. അപ്പോൾ ഒരാളെ കൊണ്ട് തന്നെ സാധിക്കില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിനും എനിക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഈ ടൂറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, ആദ്യം ടൂറ് വെച്ച സമയത്ത് എനിക്ക് മീറ്റിങ്ങിൻ്റെ ദിവസമാണ്. അപ്പോൾ ഒരു മീറ്റിംഗ് പോലും ഞാൻ മിസ്സാക്കാറില്ല. കാരണം നമ്മുടെ 1 മാസത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടതാണ് ഓരോ മീറ്റിങ്ങിലും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു വർക്കിംഗ് ഡേയിൽ. അപ്പോൾ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ദൈവമേ ഈ പഠനയാത്ര ഞായറാഴ്ചയാക്കിയിരുന്നെങ്കിൽ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. ഈ പറഞ്ഞ പോലെ പിന്നെ പ്രാർത്ഥനയിൽ ഞാൻ അത് വേണം ഇത് വേണമെന്നൊന്നും പറയാറില്ല. പക്ഷേ ഈ പഠനയാത്രയുടെ ഒരു കാര്യം ഞാൻ ഗുരുദേവനോട് ഒരു ഞായറാഴ്ച ആയിരുന്നെങ്കിലെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചു. പക്ഷേ അതുപോലെ തന്നെ അത് ഞായറാഴ്ച വരികയും ചെയ്തു. രണ്ടാമത്തെ പഠനയാത്രയിലും എനിക്ക് മീറ്റിങ്ങിൻ്റെ ഡേറ്റ് തന്നെ വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കാരണം പിടിയലെന്ന് തീർത്തു പറഞ്ഞു. എനിക്ക് പഠനയാത്രയിൽ പോവുകയും വേണം, എന്നെ വിടത്തുമില്ല, ഭയങ്കര മഴയാണ്. അതുപോലെ തന്നെ ഞാൻ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ അച്ഛൻ ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരുടെ മെസ്സേജ് കൊണ്ട് ഞാൻ അനങ്ങിയില്ല. ആദ്യമേ ഈ പഠനയാത്ര സംഘടിപ്പിച്ചപ്പം എനിക്കൊരു മുഖ്യമന്ത്രിയുടെ എറണാകുളത്ത് നടക്കുന്ന ഒരു പരിപാടി പോകേണ്ടതായിട്ട് വന്ന് ഞങ്ങൾ 4 ടീച്ചേഴ്സ്. അന്ന് ഞാൻ സാറിന് എൻ്റെ അംഗനവാടിയിൽ വെച്ചിട്ട് ഞാൻ വിളിച്ചു, സാറേ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ പരിപാടി മാറ്റിവെച്ചു, നമ്മുടെ പരിപാടി മാറ്റിവെക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? അപ്പോൾ സാറ് ഈ പറഞ്ഞ പോലെ ഇത്തിരി കടുത്ത്, കാരണം സാറ് ഇതുവരെ സംസാരിച്ചപ്പോൾ അത് നന്ദി രേഖപ്പെടുത്തും. കാരണം നമുക്ക് വളരെ വിശദമായിട്ട് ഒരു പഠനത്തിൽ പങ്കെടുക്കാൻ പറ്റിയത്. അവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രാസം തന്നു. അതില് ആഴ്ച വന്നവരെ ഒരു പേപ്പർ എഴുതി വാങ്ങിച്ച് ഞാൻ എന്താണ് കാര്യം എന്നറിയാൻ പറ്റാതെ ഞാൻ പേപ്പർ എഴുതി കൊടുത്തു. അപ്പോഴാണ് പറയണത് ഈ പേപ്പർ എഴുതി തന്നവരൊക്കെ അടുത്ത ആഴ്ച വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ വരണത്. അപ്പോൾ ഞങ്ങളുടെ വട്ടക്കാട് ശാഖയാണ്. വട്ടക്കാട് ശാഖയെ കുറിച്ച് നമ്മുടെ യൂണിയന് മതിപ്പില്ലാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളുടെ സെക്രട്ടറി പറഞ്ഞ് ഉദയമ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പോകാതിരിക്കല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ വരണത്. അപ്പോൾ വന്നപ്പോൾ സന്തോഷം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാനും സന്തോഷമാണ് ഇപ്പോൾ ഞങ്ങളുടെ ശാഖയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഈ യാത്രയിലും പഠന ക്ലാസ്സിലും. ഒരു പാദങ്ങളിൽ പ്രണാമം. പ്രിയ ഗുരുക്കന്മാർക്ക് നമസ്തേ. എൻ്റെ എല്ലാ മിത്രങ്ങൾക്കും നമസ്തേ. ഇപ്പൊ ഇത്രയും നേരം കേട്ടിരുന്നപ്പോ എന്റെ ബ്ലാങ്ക് ആയി പോയെന്നൊരു സംശയം. എന്തൊക്കെയോ പറയണം എന്ന് വിചാരിച്ച് ഇരുന്നതാണ്. ആദ്യമേ തന്നെ ഇത് എനിക്ക് ഒരു ഗുരു തന്ന ഒരു നിയോഗം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആദ്യത്തെ യാത്രയിൽ ഞാൻ ഫസ്റ്റിലെ പേര് കൊടുത്തിരുന്നെങ്കിലും
യാത്ര തീരുമാനിച്ച ദിവസം അച്ഛൻ ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും വരാൻ പറ്റില്ല എന്ന് തന്നെ. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഉള്ളിൽ. ഓപ്പറേഷൻ്റെ ദിവസം നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്തായാലും എൻ്റെ പ്രാർത്ഥനയാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടോ യാത്ര മാറ്റി വെച്ചു. വീണ്ടും രണ്ടാമത്തെ യാത്രയ്ക്കും തയ്യാറായി വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായി. എനിക്ക് വയ്യാതെ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാനില്ലാതെ ഒരു യാത്ര പോകുമ്പോൾ എനിക്കത് സഹിക്കാനും കൂടെ പറ്റില്ല. പ്രത്യേകിച്ച് ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിലും ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ സ്ഥലങ്ങളിലൂടെയൊക്കെ ഒരു യാത്ര എല്ലാവരും കൂടെ പോകുമ്പോൾ അതിൽ പങ്കെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം ആശുപത്രി കിടക്കയിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ച ദൈവമേ, ഞാൻ വന്നിട്ട് യാത്ര പോകാൻ പറ്റാവുള്ളൂ എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്തായാലും ആ രണ്ടാമത്തെ യാത്രയും മാറ്റിവെച്ചു. അപ്പോൾ ഇന്നത്തെ ഈ യാത്രയിൽ ഞാൻ ഇന്നലെയാണ് വീട്ടിൽ ഇങ്ങോട്ട് എൻ്റെ വീട്ടിലായിരുന്നു ആശുപത്രിയിൽ നിന്ന് വന്നിട്ട്. അപ്പം ഞാൻ ഏട്ടനോട് പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ് എനിക്ക് വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് ഇന്നലെ വിളിച്ച് അവിടെ വരുത്തിയിട്ട് ഇന്നലെയാണ് എൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് നാളെ യാത്രയ്ക്ക് പോകണം എന്ന് പറഞ്ഞത്. പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ ചിറ്റയടത്ത് പോയിട്ട് ചിറ്റയെ കൊണ്ടും പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ വന്നില്ലെങ്കിൽ ഒരു വളരെ നഷ്ടമായി പോയേനെ. ഒരുപാട് ശ്വാസമുട്ടലും അതും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് പോയിട്ട് തിരിച്ച് ഇവിടെ വരുന്നവരെ ഒരു കുഴപ്പമില്ലാതെ കാത്തു. യാത്രകൾ പോകാറുണ്ട്, പഠനയാത്രകളിലൊന്നും പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെതായ കുറേ പോരായ്മകളും എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് ഒരുപാട് മനസ്സിന് സന്തോഷം തരുന്നുണ്ട്. ഇനിയും ഇതുപോലുള്ള യാത്രകൾ ഉണ്ടാകട്ടെ, അതിൽ പങ്കെടുക്കാൻ എനിക്കും കഴിയട്ടെ, നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം പറയാം. ഞാനൊരു പാട്ട് പാടാം. ചിത്തങ്ങൾ മൂളുന്ന പാട്ട്, ഇത് ആരും കൊതിക്കുന്ന പാട്ട്. ശ്രീ ഗുരുവചനങ്ങൾ കേട്ട് കണ്ണായ കണ്ണെ നീ വളര്. ചിത്തങ്ങൾ മൂളുന്ന പാട്ട്, ഇത് ആരും കൊതിക്കുന്ന പാട്ട്. ശ്രീ ഗുരുവചനങ്ങൾ കേട്ട് കണ്ണായ കണ്ണെ നീ വളര്. രാരിരം രാരിരം രാരോ, രാരിരം രാരിരം രാരോ, രാരിരം രാരിരം രാരോ, രാരിരം രാരിരം രാരോ. ചിത്തങ്ങൾ മൂളുന്ന പാട്ട്, ഇത് ആരും കൊതിക്കുന്ന പാട്ട്. ശ്രീ ഗുരുവചനങ്ങൾ കേട്ട് കണ്ണായ കണ്ണെ നീ വളര്. അന്ധവിശ്വാസങ്ങളെല്ലാം താരമായി തീരണമെന്നും പുലരുന്ന പൊരുളാണ് ദൈവം. മനസ്സിലും ദൈവമുണ്ടല്ലോ, ശ്രീ ഗുരുദേവനാണല്ലോ. അരുവിപ്പുറം സന്ധ്യ പാടി കുണ്ടലിനി പാട്ടിൻ ശീല. രാരിരം രാരിരം രാരോ, രാരിരം രാരിരം രാരോ, രാരിരം രാരിരം രാരോ, രാരിരം രാരിരം രാരോ. ആത്മോപദേശ ശതകം ചൊല്ലി നെയ്യാറൊഴുകി, ജാതി മതത്തോടു താണ്ടി മാനവരൊന്നായി ചേരും. രാരിരം രാരിരം രാരോ, രാരിരം രാരിരം രാരോ, രാരിരം രാരിരം രാരോ, രാരിരം രാരിരം രാരോ. ഗുരുമൊഴി കേട്ടു നാം എന്നും വളരണം ഈ മണ്ണിലെന്നും. ഒരു ജാതി ഒരു മതമല്ലോ എന്നും ജപിക്കണ മന്ത്രം. ഗുരുപോയ വഴികളിലൂടെ നറുവിളിച്ച കഥ തേടി മൗനത്തിലോകാരം പൂക്കും മനസ്സുകൾ ഗുരുകുലമാകും. രാരിരം രാരിരം രാരോ, രാരിരം രാരിരം രാരോ, രാരിരം രാരിരം രാരോ, രാരിരം രാരിരം രാരോ. ക്രിയയും വയൽവര നടയിൽ ഓം നമോ ചൊല്ലണമെന്നും. ദുഃഖങ്ങളുള്ളിൽ വരുമ്പോൾ ശിവശതകം ചൊല്ലിടേണം. ഗുരുദർശനങ്ങളിൽ മുങ്ങി
സത്യധർമ്മ പൊരുൾ തേടി ഗുരുദേവൻ കൂടെയുണ്ടായാൽ നന്മകൾ മാത്രം ലഭിക്കും. രാരിരം രാരിരം രാരോ രാരിരം രാരിരം രാരോ രാരിരം രാരിരം രാരോ രാരിരം രാരിരം രാരോ. ചിത്തങ്ങൾ മൂളുന്ന പാട്ട്, ഇത് ആരും കൊതിക്കുന്ന പാട്ട്. ശ്രീ ഗുരുവചനങ്ങൾ കേട്ട് കണ്ണായ കണ്ണ് നീ വളര്. രാരിരം രാരിരം രാരോ രാരിരം രാരിരം രാരോ രാരിരം രാരിരം രാരോ രാരിരം രാരിരം രാരോ. എല്ലാവർക്കും ആദരണീയനായ ശ്രീ പ്രസാദ് സാർ, ബഹുമാന്യനായ മനോജ് സാർ, പ്രിയമുള്ള പഠിതാക്കളെ, ഇന്നത്തെ ഒരു ദിവസം നമ്മളെ ധന്യമാക്കി ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ ക്ഷേത്രങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഞാനിതിനു മുൻപും ധാരാളം ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. മോഷ ട്രാവൽസ്, അതുപോലെ ദർശൻ ഇന്ത്യ, കാശി രാമേശ്വരം, അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിലൊക്കെ പോയെങ്കിലും ഇതുപോലത്തെ ഒരു അനുഭവം എനിക്ക് ലഭിച്ചിട്ടില്ല. നമ്മളിന്ന് പോയ ക്ഷേത്രങ്ങളിൽ നമുക്ക് ലഭിച്ച സ്വീകരണവും അതുപോലെ തന്നെ ആഹാരത്തിൻ്റെ കാര്യത്തിലും ബാത്റൂം സൗകര്യത്തിലും എല്ലാം വളരെ അടുക്കും ചിട്ടയോടും കൂടി തന്നെയാണ് ഇതിൻ്റെ സംഘാടകർ നമ്മളെ കൊണ്ടുപോയത്. ഏറ്റവും അവസാനം നമ്മൾ സന്ദർശിച്ച ഗൗരീശ്വരം ക്ഷേത്രത്തിലെ ആ നാമജപത്തിൽ നമുക്ക് ഗുരുവിനെ പൂർണ്ണമായി മനസ്സിൽ കാണാൻ സാധിച്ചു. അതും ഒരു വേറിട്ട അനുഭവമായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഭംഗിയായിട്ട് നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ച ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറയുന്നു. എൻ്റെ സഹയാത്രികർ, ഞാനിങ്ങനെ ഒരു പഠനയാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പിന്നെ ഡോക്ടർ സപ്പോർട്ട് ചെയ്ത് നീ പൊക്കോ, എനിക്ക് മോൻ്റെ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ ഉണ്ടായില്ല, പൊയ്ക്കോ എന്ന് കാർട്ടൂൺ ഞാനങ്ങനെ പോകുന്നു. അപ്പോൾ ആദ്യത്തെ യാത്ര മാറ്റി വെച്ചപ്പോൾ രണ്ടാമത്തെ യാത്രയിൽ ഞാൻ മാറ്റി വെച്ച കാര്യം അറിഞ്ഞില്ല. കാരണം എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയായിരുന്നു. ഞാൻ റെഡിയായി കങ്ങിക്കവലയിലെ ഗണപതി ക്ഷേത്രത്തിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ 6 മണി കഴിഞ്ഞു, 6:15 കഴിഞ്ഞിട്ടൊന്നും വണ്ടിയില്ല. പക്ഷെ രജനി ടീച്ചർ എന്നിട്ട് ഞാൻ രാവിലെ വിളിച്ചപ്പോൾ ടീച്ചർ ഫോൺ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഞാനെന്നെ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ടീച്ചറിനെ വിളിച്ചു, ചേട്ടനെ ഫോണിൽ വിളിച്ചു. അയ്യോ ചേച്ചി പഠനയാത്രയൊക്കെ മാറ്റി വെച്ചായിരുന്നു ചേച്ചി, അറിഞ്ഞെന്നോർത്താണ് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ പോയ യാത്രയിൽ മനോജ് സാറ് നമുക്ക് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പറയുന്നതിന് ഒരു മനോജ് മാവുങ്കൽ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, നല്ല ക്ലാസ്സൊക്കെ. അപ്പോൾ പറഞ്ഞു നീ ആദ്യമായിട്ടല്ലേ സാറിൻ്റെ ക്ലാസ് കേൾക്കുന്നത്, ഞാൻ എത്ര കാലം കൊണ്ട് സാറിൻ്റെ ക്ലാസ്സൊക്കെ കേൾക്കുന്നുണ്ട്, ഞങ്ങൾ നല്ല കൂട്ടൊക്കെയാണ്. അപ്പോൾ ഇത് ഇനി കൊണ്ട് സാറിൻ്റെ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോഴേ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അറിയാൻ പറ്റും. ഇപ്പോൾ ഒരാൾ പറഞ്ഞ ഇവിടെ എൻസൈക്ലോപ്പീഡിയ, ഞാൻ പറഞ്ഞൊരു ഗുണ്ടഗ്നി കൊണ്ട് തന്നെയാണ് സാറ്, എൻ്റെ അനുഭൂതിയും പറയുകയാണ്, കേട്ടത് കൊണ്ട് പറയുകയാണ്. അപ്പോൾ പിന്നെ ഈ ഇന്നത്തെ യാത്രയിൽ ഞാനിന്ന് ആ ചെറായി അമ്പലത്തിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇങ്ങോട്ട് പോരുന്ന ആ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് ജാതിമത ഭേദമൊന്നും നോക്കണ്ട, ഏത് ജാതിക്കാരാണെങ്കിലും അവരെയും കൂട്ടി ഇനി വീണ്ടും വരണം നിങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ സാറ് ഗുരുദേവ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഈ പഠനയാത്രയെക്കുറിച്ച് നമ്മൾ അവിടുന്ന് തിരിക്കുമ്പോൾ പ്രസാദ് സാർ പറഞ്ഞ കാര്യം, ഈ യാത്ര പുറപ്പെടുന്നത് മുതൽ തിരിച്ചു വരുന്നതിനുള്ളിൽ നമുക്കെന്ത് അനുഭവമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് അക്കായിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒന്നാമതായി പഠിക്കേണ്ടത് ഒരു പഠനയാത്രയായാലും ഒരു ടൂർ പ്രോഗ്രാം ആയാലും അതിൻ്റെ സംഘാടകർ എങ്ങനെ അത് ഓർഗനൈസ് ചെയ്യണം എന്ന് വളരെ കൃത്യവും വളരെ സൂക്ഷ്മതയും കൂടി പ്രസാദ് സാർ അത് നമ്മളെ പഠിപ്പിച്ചു. അത് ഒന്നാമത്തെ പഠനമാണ്. അതായത് ഈ ബസ്സിനകത്ത് സീറ്റ്, അതായത് നമുക്ക് ഒരു എയർപോർട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും ഒരു ടിക്കറ്റ് കൈ കിട്ടിയാൽ ആരോടും ചോദിക്കാതെ കയറിയിരിക്കാവുന്ന തരത്തിൽ ഈ ബസ്സിനകത്തെ സീറ്റ് അറേഞ്ച്മെന്റ് ഒരു പ്ലാനായിട്ട് വരച്ച് വാട്സപ്പിലിട്ട് നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ
31-ാം തീയതിക്ക് മുമ്പ് മുതൽ പ്രിയമുള്ളവരെ, ആദ്യമായി ഗുരുദേവ ചരണങ്ങളിൽ പ്രണാമം. ശാരദയുടെ പാട്ടാണ് ഇന്നത്തെ ഈ യാത്ര നമുക്കിപ്പോൾ ഓരോരുത്തരെയും സാർ വിളിച്ച് ഇന്നത്തെ യാത്രയെക്കുറിച്ച് അതിനെക്കുറിച്ച് വിവരിക്കാനാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ എല്ലാവരും സമാന രീതിയിൽ അതിൻ്റെ കാര്യകാരണ സഹിതങ്ങളടക്കം അതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് സാറിന് തന്ന വിഷയത്തിൽ നിന്നൊരൽപ്പം ഞാൻ മാറിയിട്ട് 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ യാത്രയുടെ ഓരോ ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിച്ച അറിവ്, അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന അനുഭവങ്ങളെക്കാൾ എന്നെ ആകർഷിച്ചത് നമുക്കിപ്പോൾ ഈ തിരിച്ചു വരുമ്പോൾ ഈ ബസ്സിൽ നിന്ന് കിട്ടിയൊരു അനുഭവം. ഓരോ നമ്മുടെ അമ്മമാരായാലും സഹോദരിമാരായാലും അവരുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒട്ടേറെ കാര്യങ്ങൾ വളരെ സങ്കടത്തോടുകൂടിയും അല്ലെങ്കിൽ ആശങ്കയോടും കൂടിയൊക്കെ ഇവിടെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മുടെ അമ്മമാരും സഹോദരിമാരൊക്കെ എത്രമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. മറ്റൊന്ന്, ഇന്ന് നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും അവിടെ നിന്ന് നമുക്ക് ലഭിച്ച സ്വീകരണങ്ങളും അവിടുത്തെ മറ്റെല്ലാ കാര്യങ്ങളും അതൊന്നും ഒരു യാദൃച്ഛികമായിട്ട് സംഭവിച്ച കാര്യങ്ങളല്ല. അത്